അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ ഹിൽമ് എന്നതാണ്. അങ്ങേയറ്റത്തെ സഹനം. മഹാനവറുടെ ഒരു ഭാര്യ 500 ദീനാർ കൊടുത്തിട്ട് വിവാഹം കഴിച്ചതാ. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു 500 ദീനാർ കൊടുത്ത് മഹർ കൊടുത്ത് കല്യാണം കഴിച്ച പെണ്ണ. പക്ഷേ മഹാനവറുകളെ ഒരു വലിയ ആരിഫീങ്ങളിൽപ്പെട്ട ഒരാള് സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സ്വർഗ്ഗത്തിലുള്ള ഉന്നതമായ സ്ഥാനത്താണ് കണ്ടത്. അത് ഒരിക്കലല്ല, പലതവണ കണ്ടു. അങ്ങനെയുള്ള അഹ്മദുൽ കബീർ റിഫായിയുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ഈ ഭാര്യ അഹ്മദുൽ കബീർ റിഫായിയോട് വളരെ മോശമായ പെരുമാറ്റം. അതിപ്പോ ഞാൻ കൃത്യമായി തീർത്തുകൂടെ പറയുന്നില്ല, കാരണം എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ ചില പെണ്ണുങ്ങളുണ്ടാവും. അവര് ചിലപ്പോ മുതൽപ്പെടുത്തിയാലോ എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന സ്ത്രീ സ്വർഗത്തിലാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് ഭർത്താവിനെ ശല്യം ചെയ്തിട്ടല്ല പെണ്ണുങ്ങൾ ജീവിക്കേണ്ടത്, ശല്യപ്പെടുത്തിയിട്ടുമല്ല, അവരെ പൊരുത്തം വാങ്ങാനാ നോക്കേണ്ടത്. പക്ഷെ ഈ പെണ്ണ് അവള് വല്ലാതെ ശല്യം ചെയ്യുന്നു. അത് കണ്ടപ്പോൾ ഈ മഹാനത് സഹിച്ചില്ല. ആ മഹാൻ എന്ത് ചെയ്തു? പുറത്തു വന്നിട്ട് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ പെണ്ണിനെ വെച്ചുകൂടാൻ ശൈഖിനെ അനുവദിക്കുന്നത്? നിങ്ങൾക്ക് ആ പെണ്ണിനെ ഒഴിവാക്കാൻ വേണ്ടി നിശ്ചത പറഞ്ഞുകൂടെ? യജിരി അലാ ഹാദാ ശൈഖ് മിൻ ഹാദിഹിൽ മർഅതി ഹാദാ വഅൻതും സുകൂത്ത്. നിങ്ങളൊക്കെ ഇത് ഇങ്ങനെ ശല്യം ചെയ്യുന്ന ശൈഖിനെ അത് കണ്ടിട്ട് നിങ്ങളെന്തേ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? അവളങ്ങ് ഒഴിവാക്കാൻ പറഞ്ഞോട്ടെ. അപ്പൊ അതിൽപ്പെട്ട ഒരാള് പറഞ്ഞു, മഹ്റുഹാ സഖീലുൻ, അവളെ മഹർ എന്നെ വലിയ ഭാരമേറിയ മഹറാണ്. അവ ചോദിച്ച എത്രയാണ്? 500 ദീനാർ, 500 സ്വർണ്ണ നാണയം മഹർ കൊടുത്ത് കല്യാണം കഴിച്ച വഹുവ ഫഖീറുൻ. ഈ അഹ്മദുൽ കബീർ റിഫായിയാണ് വളരെ പാവപ്പെട്ട ആളാണ്. അപ്പൊ ഇത് കണ്ട മനുഷ്യന് സഹിക്കാഞ്ഞിട്ട് അദ്ദേഹം പുറത്തുപോയി ഒരുപാട് അധ്വാനിച്ച് 500 ദീനാർ സമ്പാദിച്ചു. അതും എടുത്തിട്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ മുമ്പിലേക്ക് വന്നു. മുന്നിൽ അവിടെ വെച്ചു കൊടുത്തു. അപ്പൊ ചോദിച്ചത് എന്താ മോനെ? അപ്പൊ പറഞ്ഞു, മഹ്റു ഹാദിഹി സഫിയത്തില്ലത്തി ഫഅലത് ബിക കദാ വകദാ. നിങ്ങളെ അങ്ങനെയും ഇങ്ങനെയൊക്കെ ശല്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ച ആ വിവരമില്ലാത്ത പെണ്ണിന്റെ മഹറുണ്ടല്ലോ, ആ മഹറിന് തുല്യമായ തുകയാണിത് ഞാൻ കൊണ്ടുവന്ന് തന്നത്. അവളെ അങ്ങ് ഒഴിവാക്കിക്കൂടെ? അതിന് എന്റെ വകയിലത് നൽകാനാണ്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അത് കേട്ടപ്പോ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ലൗലാ സബരി അലാ ദർബിഹാ വലിസാനിഹാ. അവളെ ആ വളരെ മോശമായ നാവും അവളെ വളരെ മോശമായ കയ്യും അതിന്റെ ശല്യം ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നത് കൊണ്ട് ആണ്. ഞാൻ അങ്ങനെ ക്ഷമിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ കണ്ടില്ലേ പലതവണ? ഞാൻ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത്. അത് കാണാൻ കാരണം ഈ പെണ്ണിന്റെ ദുസ്വഭാവം ക്ഷമിച്ചതിന്റെ പേരിലാണ്. അപ്പൊ നമുക്ക് നല്ല ക്ഷമ വേണം. അഹ്മദുൽ കബീർ റിഫായി സ്മരിച്ച് അതേ നല്ല ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാ പോരാ. നമ്മൾ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ നോക്കണം. ഭാര്യന്റെ പിന്നാലെ ഒലക്കിയെടുത്ത് ഓടുന്ന കക്ഷിയാകരുത്. ഭാര്യമാരുടെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം. അതേപോലെ ഭർത്താവിന് ദുസ്വഭാവം ഉണ്ടായാൽ അത് ക്ഷമിക്കാൻ ഭാര്യക്കും കഴിയണം. ഇപ്പോൾ